talked, you had nothing to say. ശാന്തമീ രാത്രിയിൽ അടുത്ത പാട്ട് തടം വേണ്ട. എ.ആർ. റഹ്മാനും വേണ്ട. ഇപ്പോൾ എ.ആർ. റഹ്മാൻ കേട്ട ഉറക്കം വരും. ഇനി എ.ആർ. റഹ്മാൻ കേട്ട ഉറക്കം വരും. ലാലേട്ടൻ്റെ പാട്ട്. ലാലേട്ടൻ്റെ പാട്ടാണ് മുത്ത്. ലെറ്റ്സ് ഗോ. ടുങ് ടുട്ടു ടുങ് ടുട്ടു ടുങ് ടുട്ടു ടുങ് ടുട്ടു ടുങ് ടുങ് ടുടുങ് ടുടും. ലാലേട്ടൻ കീ ജയ് പോവാ. ടും ടും ടുടും ടുടു. ബൾഗേറിയ ഇൻസ്റ്റാഗ്രാമിൽ ഫ്ലാഗ് ഇട്ടോ. ബൾഗേറിയ Last time we talked, you had nothing to say. You chose to walk, give what we had away. I hope you get what you're looking for, but babe, with me, you close the door on everything we could have been. Don't go thinking we could be friends. No, you can't. ഇങ്ങോട്ടേക്ക് ഭയങ്കര ഡ്രൈ പ്ലേസ് ആണ്. നല്ല ചൂടും റബ്ബർ തോട്ടൊക്കെ ഉണ്ടെന്നുള്ളൂ നാട്ടിലത്തെ പോലെ. പക്ക കേരളത്തിൻ്റെ തനി ചായ കേട്ടോ. നോക്കി നിങ്ങൾ. റബ്ബർ തോട്ടമെന്നല്ല, ഞാൻ വെറുതെ പറഞ്ഞതാണ്. പക്ഷെ അതുപോലെ ഉണ്ട് കാണാനെന്നാണ് പറഞ്ഞത്. ഒരു എന്തോ ഒരു ഫീൽ ഉണ്ട് കേട്ടോ. ചൂടില്ലാത്തതുകൊണ്ടല്ല, ചൂടുണ്ട്. പക്ഷേങ്കിൽ ഈ മരങ്ങളൊക്കെ ഉണ്ട്, തണലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. നമ്മുടെ നാടിനൊരു ഫീൽ ഉണ്ട് കേട്ടോ. സൂപ്പർ. റെയിൽവേ ക്രോസ് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫോർച്യൂൺ എടുത്തിട്ടും ഇവിടെ നിർത്തിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ വണ്ടി പോകുന്ന സീനൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിരുന്നു. എക്സാക്ട്ലി സെയിം റോഡാണ് നമ്മൾ പോണത്. എക്സാക്ട്ലി. അത് ഭയങ്കര സന്തോഷമുണ്ട്. നീ എന്താ പറഞ്ഞത്? ഇവിടെ നമ്മൾ വെയിലൊക്കെ പോയി, നല്ല തണുപ്പാണ്. പിന്നെ മലയുടെ മുകളിലൊക്കെ നമുക്ക് ഫോഗ് കാണാൻ പറ്റും കേട്ടോ. അതൊരു ഭയങ്കര രസമാണ്. കാരണം സമയം ഇപ്പോൾ ഇവിടുത്തെ ഒരു 5:23 ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കൂർ റൂട്ടിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ ഇരിക്കൂറിൽ നിന്ന് ഇരുട്ടിലേക്ക് പോകുന്ന റോഡ് ഇങ്ങനെ കേട്ടോ. ഇത്ര വലിയ റോഡൊന്നുമല്ല, പക്ഷേ ഇങ്ങനെ വളവൊക്കെ ആയിട്ട് അതുപോലെ ഫീലാണ്. ചുരമൊക്കെ കയറാൻ പോവുകയാണ്. ഇപ്പം മുകളിൽ മഴ കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇല്ലില്ല, വരുന്ന ഒറ്റ വണ്ടീൻ്റെ വിൻഷീൽഡ് ഓണല്ല. അപ്പോൾ മഴയില്ല, പക്ഷെ നല്ല തണുപ്പ്. വാവ്. ഇപ്പം നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഒരു വണ്ടീൻ്റെ ടയർ കരിഞ്ഞ മണലും ഇങ്ങനെ വരുമ്പോൾ ശരിക്കും ഒരു മാക്കൂട്ടം ചുരം കയറുന്ന ഫീലാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ടാപ്പ് വാട്ടർ ഉണ്ട്. നല്ല വൃത്തിയിലെ അടിപൊളി തണുപ്പിൽ വെള്ളമുണ്ട്. ആൾക്കാരൊക്കെ അത് കുടിക്കുന്നുണ്ട് ഇറങ്ങിയിട്ട്. പിന്നെ ബൾഗേറിയയിൽ നമുക്ക് റോഡ് സൈഡിൽ ഒരുപാട് സെക്സ് വർക്കേഴ്സിനെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ കണ്ടു. ഫീമെയിൽസായിട്ടും ട്രാൻസ്ജെൻഡേഴ്സായിട്ടൊക്കെ ഉണ്ടായിരുന്നു. കയറ്റം കഴിഞ്ഞു, ഇനി ഇറക്കം. ഞാൻ എപ്പോഴും പറഞ്ഞത് തന്നെ, ഏത് കയറ്റത്തിലും ഒരിറക്കം ഉണ്ടാവും. ഏത് ഇറക്കത്തിലും മസ്റ്റായിട്ട് കയറ്റം ഉണ്ടാവും. പണ്ട് ആരോ പറഞ്ഞത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കലാണ്. യൂക്കാലിപ്സ് മലനിരകളിലൂടെ. ഇതൊക്കെ ഓട്ടോമൻ സമയത്ത് പറഞ്ഞ സെറ്റായിരുന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞപ്പോൾ വെച്ചാൽ വിൻ്ററിലാണ് വന്നേ. ഓ നല്ല തണുപ്പേട്ടോ. ഓഹ് ഇത് രസമാണ്. നോക്കിയാ ഇലയെല്ലാം വീട് കിടക്കുന്നുണ്ടോ, നല്ല രസമില്ലേ? നമുക്ക് ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. നിങ്ങളുടെ നേരെ ജോർജിയ അല്ലെങ്കിൽ അർമേനിയ വിട്ടാൽ മതി. കാരണം ഞാൻ കണ്ടിടത്തോളം യൂറോപ്പിൻ്റെ എക്സാക്റ്റ് ഭൂപ്രകൃതി അതുപോലുള്ള കൺട്രീസാണ് ജോർജിയ, അർമേനിയ കേട്ടോ. പിന്നെ ഷെങ്കൻ കൺട്രി എല്ലാത്തോടും നമുക്ക് വിസയും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ സ്വിറ്റ്സർലാൻഡൊക്കെ പോയപ്പോൾ സ്വിറ്റ്സർലാൻഡിലെ റോഡിലേക്ക് പോകുമ്പോൾ കാണുന്ന പല സാധനങ്ങളും ഞാൻ അർമേനിയയിലും ജോർജിയയിലും കണ്ടിട്ടുണ്ട്. ബൽക്കി ഇത് മഴ പെയ്ത് കഴിഞ്ഞതാ. മഴ ജാക്കറ്റ് ഇട്ടാ
കേട്ടില്ല. അല്ല ജാക്കറ്റ് വേണം, ഞാനിപ്പോൾ എടുത്തരാം. അതെ ഫ്രണ്ട് ടയർ 8 വരെ കിടന്നു. ഫ്രണ്ടിന് ഗ്രിപ്പില്ല കേട്ടോ ഫ്രണ്ട് ടയർ. നമുക്ക് ഇതൊക്കെ നല്ല ചൂടുന്ന് കയറി നല്ല തണുപ്പത്തേക്ക് ഇറങ്ങി, പിന്നെ രണ്ടാമത് നല്ല ചൂട് കയറി, ഇപ്പോൾ രണ്ടാമത് നല്ല തണുപ്പ് പ്ലസ് മഴയിലൊക്കെ കേട്ടോ. പക്ഷെ മഴ ഇപ്പോൾ തീർന്നു കേട്ടോ തോന്നുന്നത്. മഴ കൂടെ മഴ വന്നാ പോപ്പിക്കൂടാ, അതാണ് അവസ്ഥ. പക്ഷേ എങ്കിൽ ബുൾഗേറിയയിൽ മഴ വന്നാൽ ഒന്നുമില്ല കേട്ടോ, നനഞ്ഞോളാം. നല്ല തണുത്ത വെള്ളം, ഇങ്ങനെ ഐസും വെള്ളം നല്ല മുഖത്തടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബോഡിയിൽ മൊത്തം ഇപ്പോൾ സ്പ്രെഡായി വരുന്നുണ്ട്. ഞാനിങ്ങനെ വിൻഷീൽഡിനുള്ളിൽ കുനിഞ്ഞിരുന്നിട്ടുള്ളത്. ബൽക്കീനോട് ഞാൻ മര്യാദയ്ക്ക് നേരത്തെ ചോദിച്ചതാണ് എനിക്കാണ് ജാക്കറ്റ് ഇരട്ടെ. നമ്മൾ അഹങ്കാരം കാണിച്ചില്ല, അതുകൊണ്ട് നനയട്ടെ. ഞാൻ നല്ല ലാലേട്ടൻ്റെ പഴയ മഴപ്പാട്ട് കളിക്കട്ടെ. ജാക്കറ്റ് എടുത്തോ. ഓക്കെ, ഹെൽമെറ്റിൽ വെച്ച് റെഡി ആയിട്ട് നിൽക്കുക ജാക്കറ്റ് എടുക്കുമ്പോൾക്ക്. ഇതാറായിക്കുവാ. എനിക്ക് കുഴപ്പമില്ല, നീട്. ഇല്ല എനിക്ക് കുഴപ്പമില്ല, നന്നോളൂ, കുഴപ്പമില്ല. എൻ്റെ ടീഷർട്ടല്ലേ, ആ മൊബൈൽ മാത്രം കയറുന്നത് എൻ്റെ. ഞങ്ങൾക്കെല്ലാം കിട്ടാ. ഇനി കണ്ടേ മഴയുണ്ടാവില്ല കുറച്ച് കഴിഞ്ഞാൽ. ഇട്ടില്ല. അങ്ങനെ ഈ ഒരു യാത്രയിൽ ആദ്യത്തെ പണി കിട്ടിയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, നമ്മുടെ വണ്ടീൻ്റെ ടയർ ഗ്രിപ്പ് കംപ്ലീറ്റ് പോയി കേട്ടോ. ചൈന ടയറാണ്, അടിപൊളിയായിട്ട് ഓടുന്നുണ്ട്, കാണാനൊക്കെ അടിപൊളിയാണ്. പക്ഷേങ്കിൽ ഈ വെറ്റ് റോഡിൽ കയറിയപ്പം ഈ കുന്നുമ്പോൾ നമ്മളെ വണ്ടി എച്ചിൽ വഴുതി പോകുന്നത്. നമ്മൾ വണ്ടി ഇവിടെ പോയിട്ട് ഇവിടെ ചവിട്ടുകയില്ലേ, വണ്ടി നേരെ കുഴിപ്പേ കിടക്കും. അപ്പോൾ നേരത്തെ അവിടെ നിന്ന് ശരിക്കും റോഡ് ക്രോസ് ചെയ്ത് അപ്പുറം പോയി, വണ്ടി വരാത്തതുകൊണ്ട് ഭാഗ്യമെല്ലാം അടിച്ചേനെ. അപ്പോൾ ഇപ്പം ഞാൻ പോകുന്ന സ്പീഡ് മാക്സിമം 40 കിലോമീറ്റർ സ്പീഡിൽ മാക്സിമം വളരെ പതുക്കെയായിട്ട് പോകുന്നത്. ഈ ചുരം ഇറങ്ങി പോകുന്നവരെ എനിക്ക് മെല്ലെ പോയി പറ്റുള്ളൂ. വണ്ടി കളിക്കുന്നുണ്ട്, നമ്മൾ എങ്ങനെ ഓടിക്കുമ്പോഴും വണ്ടി ഓപ്പോസിറ്റൊക്കെ പോണത്. ഇപ്പോൾ മോട്ടോർ ക്രോസിൽ നമ്മൾ കോർണർ എടുത്തിട്ട് ഡ്രിഫ്റ്റ് അടിക്കുന്നവരുള്ളത് വണ്ടി വീണ പണിയാ. ഒറ്റക്കാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, ഇവളും കൂടി ഇല്ലോണ്ട് പ്രശ്നം എനിക്ക്. ഇപ്പോൾ ബെറ്റർ ഇതുപോലെ മെല്ലെ പോകുന്നതാണ്. വീണ് ബ്രേക്കെല്ലാം പിടിച്ചു കഴിഞ്ഞില്ലേ, ഇപ്പം ബേക്കറി കണക്കി ടക്ക് ABS എല്ലാം എല്ലാം ടക്ക് കൊടുക്കും കേട്ടോ. അങ്ങനെ ഒറ്റപ്പെടുത്തും പിടിക്കുന്നില്ല. ഇങ്ങനെ പിടിച്ചാൽ ടയർ സ്കിഡാവും, കിട്ടുമല്ലോ. കൊക്കയിൽ വീണാലും മരത്തിന് കൂടെ തടഞ്ഞിട്ട് നിൽക്കൂ. ഇതിൽ വീണിട്ട് വണ്ടിയായിട്ട് മുകളിലായിരുന്നെങ്കിലേ മോളെ, ഇതിലേക്കൂടെ പോകുന്ന കാറിലെ മിനിമം ഒരു 10 കാറ് നിർത്തണോ, എന്നാലേ വണ്ടി പൊങ്ങുള്ളൂ. ഇല്ല, മെയിൻ റോഡിൽ വേണമെങ്കിൽ നമ്മൾ വണ്ടീൻ്റെ അടിയിലാവില്ല, കാരണം വണ്ടിയുടെ സൈഡിൽ ക്രാഷ് കാർഡിൽ തട്ടിയിട്ട് വണ്ടി അവിടെ നിൽക്കും. പക്ഷേ കുണ്ടിൽ വേണമെങ്കിൽ മലക്കൊത്തം പറഞ്ഞാലേ കുഴപ്പം. മഴ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഞാനിപ്പോൾ സ്പീഡ് കൂട്ടുന്നില്ല, ഞാനൊരു 60, 70, 80 മാക്സിമം ഒരു 90 എന്നുള്ള ലെവലിൽ തന്നെ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഞാൻ ഈ യാത്രയിൽ വിൻ്ററിലെ സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ പോളണ്ടിൽ അവിടെയൊക്കെ വെച്ച് തന്നെ ടയർ സ്കിഡായിരുന്നു. അതൊക്കെ ഞാൻ കാണിച്ചു തന്നിരുന്നു. അപ്പം ഞാൻ എൻ്റെ വണ്ടിക്കുള്ള ടയർ വിൻ്റർ ടയർ അല്ല. ആ ഒരു സത്യം ഞാൻ ഇന്നത്തോടുകൂടി മനസ്സിലാക്കി. അന്ന് ഞാൻ വിചാരിച്ചത് സ്നോ വരുന്നതുകൊണ്ടല്ലേ സംഭവം കാണാം. പക്ഷേ മഴ പെയ്യുമ്പോഴേക്കും സ്കിഡാവണമെന്നുണ്ടെങ്കിൽ നീ ആലോചിച്ചോ, ആ ഒരു ചുരത്തിൻ്റെ മുകളിൽ നിന്നൊക്കെ സ്കിഡായി പോയി എന്താ അവസ്ഥ.
ഇപ്പോൾ ഇവിടെയൊക്കെ നനവുണ്ട്, അതുകൊണ്ട് വളരെ പതുക്കെ പോകുള്ളൂ. ഇനി മൊത്തത്തിൽ ഈ വണ്ടി ഒരു 500 കിലോമീറ്റർ ഓടാനുള്ളൂ നമ്മുടെ നെക്സ്റ്റ് സർവീസ് പോയിന്റിലേക്ക്, തുർക്കിയിലേക്ക്. അപ്പോൾ അവിടെ നിന്ന് എന്താ ഞാൻ ടയർ മാറ്റും. അപ്പോൾ അതുവരെ വലിയ അതിരക്കളി കളിക്കാണ്ട് മെല്ലെ പോകാം ചേട്ടോ. 43 കിലോമീറ്റർ വളരെ പതുക്കെ പോകാം. ആ മല ഇറങ്ങിക്കഴിഞ്ഞപ്പം മഴ പോയി, വെയിലായി. ശരിക്കും ഇതൊരു അത്ഭുതമാണ്. നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഫുള്ള് നട്ടപ്പൊരു വെയിൽ, നല്ല ചൂടും എല്ലായിടത്തും. ഒരു 10 കിലോമീറ്റർ ബേക്കിൽ ആ ഒരു മലയിനുള്ളിൽ കയറി കഴിഞ്ഞാൽ മിനിമം ഒരു 20 കിലോമീറ്റർ ലെങ്ത്തിൽ നല്ല മഴ, കണ്ടിന്യൂസ്ലി മഴ. അതെന്താണ് അതിൻ്റെ ടെക്നിക്ക് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇവിടെ സഹാറ മരുഭൂമിയും അവിടെ ചിറാപ്പുഞ്ചിയും പോലെ ഉണ്ട് കാണുമ്പോൾ. ഇപ്പോൾ ഞാൻ സ്പീഡൊക്കെ അവിടെ ടയർ വാമായി, തണുപ്പൊക്കെ പോയി, വെള്ളമൊക്കെ പോയി, ടയർ ചൂടായി. ഇനിയിപ്പോൾ നമുക്ക് ഗ്രിപ്പ് കിട്ടും കേട്ടോ. ഓക്കെ, ഇനി അതെല്ലാം ഞാൻ സോഫിയ സിറ്റി എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. സോ നമ്മളങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ്. പിന്നെ എന്താ പറയുക, അപ്പം ബ്രോ ഓക്കെ, ഹായ് പറ. ഇവൻ ആക്ച്വലി ഇവനെ ബൈക്കേഴ്സ് കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർക്ക് ചിലപ്പോൾ ഇവൻ നീ പണ്ട് ഇത്ര മുടിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് മുടി കണ്ട ആൾക്കാർക്ക് മനസ്സിലായിരിക്കും മേ ബി. എന്നാ ഒന്ന് പരിചയപ്പെടുത്തിക്കോ. ഹായ്, ഞാൻ സനൂപ്. ബൈക്കിംഗ് കമ്മ്യൂണിറ്റി ഇന്ത്യയിലെ കേരളത്തിൻ്റെ ഞാനായിരുന്നു ഓർഗനൈസ് ചെയ്ത് സേവ് എർത്ത് റൈഡൊക്കെ. ചില ആൾക്കാർക്ക് മനസ്സിലാവായിരിക്കും, മിക്കവാറും ആൾക്കാരടുത്ത് സംസാരിച്ചിട്ടേ ഫോണിൽ നേരിട്ട് കണ്ടിട്ടില്ല, അതുകൊണ്ട് ഇപ്പം ഹായ്. ഓക്കെ, അപ്പം നമുക്ക് ഒരു ഗസ്റ്റ് ഉണ്ട്. നമ്മൾ ഡോക്ടറിൽ നിന്നാണ് നമ്മൾ വീട് തുടങ്ങിയത്. നമ്മുടെ വീട് തീർത്ത് നമ്മൾ ഡോക്ടറെ നോട്ടെ. ഡോക്ടറിനോട് പരിചയപ്പെടുത്തിക്കോ. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ഡോക്ടറായിരുന്നു, ഈ എപ്പിസോഡ് ഡോക്ടേഴ്സ് തന്നെ. ഹലോ ഡോക്ടർ പരിചയപ്പെടുത്തുക. സെൽഫ് ഇൻട്രോ. എൻ്റെ പേര് ഡോക്ടർ ജെയിംസ്. ഇവിടെ ബൾഗേറിയയിൽ വന്നിട്ട് 28 വർഷത്തോളമായി. ഇവിടെ ഓർത്തോപെഡിക് സർജനാണ്, ജോലി ചെയ്യുന്നു, അടിച്ചുപൊളിച്ച് ജീവിക്കുന്നു. അതാണ് മെയിൻ, അടിച്ചുപൊളി ജീവിക്കുന്നു. ഞാൻ കണ്ടെടുത്തോളം ഇവിടെ ഡോക്ടേഴ്സൊക്കെ എല്ലാവരും അടിച്ചുപൊളി ജീവിക്കില്ല കേട്ടോ. കഴിഞ്ഞ കണ്ട ഡോക്ടർ അടിച്ചു പൊളിക്കുന്നുണ്ട്, പുള്ളി അടിച്ചു പൊളിക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഡോക്ടർമാർ ഏറ്റവും കൂടുതൽ അടിച്ചു പൊളിക്കുന്നത് യൂറോപ്പിലാണ് തോന്നുന്നല്ലോ. ഇന്ത്യയിലാണ് ഏറ്റവും അടിപൊളി. നിങ്ങൾക്ക് ആരെങ്കിലും ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യണം. നമ്മൾ നിങ്ങളുടെ ഡോക്ടറോ അല്ലെങ്കിൽ മെഡിക്കൽ എന്താ വേണ്ട ചാക്കി തരട്ടോ. ഓക്കെ, അപ്പൊ ഇവൻ ഏതായാലും കഴിഞ്ഞ വീഡിയോ കണ്ടാണ്, എന്നാലും ഒന്നും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തോ. ഹായ്, എൻ്റെ പേര് സനൂപ്. ഞാൻ നാട്ടിൽ കോഴിക്കോട് നാദാപുരം. സോഫിയ, ബൾഗേറിയ സോഫിയയിൽ വന്നിട്ട് 3.5 years ഇവിടെ IT ജോലിയാണ്. അത്ര തന്നെ, അത് പോരെ ബ്രോ. അവനും ആക്ച്വലി അവൻ്റെ വൈഫും ഉണ്ട്, പിന്നെ അവരുടെ ഡോഗും ഉണ്ട്. ഇന്ത്യയിൽ നിന്നേ വന്ന ഡോഗാണ്. അതൊക്കെ ഭയങ്കര ഒരു സ്റ്റോറിയാണ്, ഞാനത് കേട്ടു. നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് അതും കൂടി ആഡ് ചെയ്യാൻ പറ്റും, നോക്കാം കേട്ടോ. ഓക്കെ, ലാസ്റ്റ് മൊമെന്റിൽ. സോ ഇപ്പം നമ്മൾ പോകുന്നത് ഡോക്ടറുടെ വീട്ടിലോട്ടാണ്. ഇപ്പം നമ്മൾ ഡോക്ടറെ വീട്ടിൽ പോയിട്ട് നമ്മൾ അവർ ഫാമിലിനെ കാണും. ഞാൻ പറഞ്ഞില്ല, നമുക്ക് റൊമേനിയയിൽ നമുക്കൊരു ഹോം വിസിറ്റിങ്ങിൻ്റെ ഓപ്ഷൻ കിട്ടി. പക്ഷെ നമുക്ക് ബൾഗേറിയയിൽ നമുക്ക് കിട്ടുന്ന പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. താങ്ക്സ് ടു പ്രിൻസാട്ടൻ കീ ജയ്. ഓക്കെ, അപ്പോൾ ഏതായാലും പുള്ളിക്കാരൻ്റെ വൈഫ് നമ്മളോട് ജോയിൻ ചെയ്തു. സേ ഹായ്. Hello. Yes, you can introduce yourself. I am Olympia. I just didn't even have the chance to introduce myself to the people in the car. So, I'm Olympia. I am 17 years old, and I'm married to Jim Shah. you got this old man. What a man. You married a boxo. I know he's lucky. He's lucky to be married to me. I know. Yes. So, you're making a video? Yeah. Video. You want me to reshoot? You have the fluffy kind of microphone. Yeah. Wonderful. Yeah. This is the new type, like the very young people are using. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത്. പിന്നെ എനിക്ക് 24 ദിവസം ഞാൻ റോഡിലിട്ടോ, അതുകൊണ്ട് കോലം നോക്കി നിങ്ങൾ മുടിയൊക്കെ മുടി സെറ്റാവണം. അപ്പം ഇത് 009 ആണല്ലോ വണ്ടി, നമ്മളുടെ 005. നിങ്ങൾ CM ചീഫ് മിനിസ്റ്റർ ജീവാകൻ കേട്ടോ. ഇത് നോക്കണ്ട, നമ്മളെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ എടുത്തിട്ട് ട്രൈ ചെയ്യുന്നത്. ഇവർക്കെല്ലാം ലാംഗ്വേജ് അറിഞ്ഞുകൊണ്ട് നമ്മൾ പിടിച്ചേക്കുന്നതാണ്. എനിക്ക് എന്താണ് ഓർഡർ ചെയ്യുന്നത്? ഫിഷ് വേറെ നല്ല മത്തിയല്ല എന്താന്നറിയില്ല, ഫിഷിന്റെ സൂപ്പാട്ടോ. അതുപോലെ അറ്റ്ലീസ്റ്റ് 4-5 വെറൈറ്റീസ് ഫിഷിന്റെ തലയും വാലും എല്ലാം ഇട്ടിട്ടുണ്ടാക്കുന്ന ഒരു സൂപ്പാണ്. ഓക്കെ, so what you ordered? Tripe soup or shkembe chorba. In English? Tripe soup. അതാണ് സൂപ്പാ? ട്രൈപ്പ്, കുടല്. ഓ, ബീഫിന്റെ കുടലിന്റെ സൂപ്പ് അതൊക്കെ ഇവിടെ കിട്ടും. യെസ്. ഓ, അടിപൊളി. സോ ആൻഡ് വാട്ട് എൽസ്? Sprite. ഓക്കെ. ഇവിടെ കുതിരയിറച്ചി കിട്ടുമോ? പിന്നെ കിട്ടും, ഇവിടെ എല്ലാം കിട്ടും ബ്രോ. എല്ലാ ഇറച്ചി കിട്ടും. കരടി, മാന്, ഒട്ടകം, മുയല്, അതും കിട്ടുമോ? അടിപൊളി. ഓ, നമുക്ക് വേണ്ടേ. ഇവിടെ എന്താ ഇത് സ്പൈസസ് ആണല്ലോ അല്ലേ? സ്പൈസ് ആയിട്ടത്. അങ്ങനെ എന്റെ പെപ്സി വന്ന്
അപ്പം Така си мисли само. Така си мисли само. Само така си, нямаме. Нямате. Не Добре. правиме тук така. Добре, няма проблем. Ще го разочароваме след мъничко. എന്ത് ലാംഗ്വേജ് പറയുന്നത്? С Кипри. നിങ്ങളുടെ ലാംഗ്വേജ് റഷ്യയായിട്ട് കണക്റ്റഡാ? യെസ് സിറിലിക് ഓക്കെ റഷ്യൻ ആണ്. ഇവിടുത്തെ എഴുത്തും കാര്യങ്ങളൊക്കെ റഷ്യ ഉണ്ടല്ലോ. ലെറ്റേഴ്സ് ആക്ച്വലി റഷ്യൻസ് റഷ്യൻസ് അഡോപ്റ്റ് ചെയ്തിരിക്കും. ബൾഗേറിയൻ ആണ് സിറിലിക് ലാംഗ്വേജ് തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ലൈഫ് എന്താ? ഇവിടുത്തെ ക്ലൈമറ്റ് ഏതൊക്കെ മാസങ്ങൾ എന്താ ക്ലൈമറ്റ് വരുന്നത്? ക്ലൈമറ്റ് 4 സീസൺസ് ഉണ്ട്. ഓക്കെ, സമ്മർ, വിന്റർ, പിന്നെ എങ്ങനെയാണത്? ജനുവരി മുതൽ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഏതുണ്ടാവും വിന്റർ? വിന്റർ തുടങ്ങുന്നത് വിന്റർ നവംബർ ആകുമ്പോഴത്തേക്ക് തുടങ്ങും. നവംബർ ടു February at the most. February, February winter. Especially March. By March you have to change the tires. ഫോർ വിന്റർ സമ്മർ ടയറിലേക്ക് Summer tire la March 15 മാർച്ചിലേക്ക് മാറണല്ലേ? ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇത് യൂറോപ്പിൻ്റെ ഒരു ഇങ്ങനെ അറ്റത്തുള്ള ഒരു കൺട്രിയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇത് യൂറോപ്യൻ യൂണിയനിലുള്ള ഷെങ്കൻ്റെ അണ്ടറിലുള്ള കൺട്രിയാണ്. മുന്നേ ഇത് ആയിരുന്നില്ല. ഇപ്പം റൊമേനിയ ആണെങ്കിൽ ബൾഗേറിയ ആണെങ്കിലും സെപ്പറേറ്റ് കൺട്രീസ് ആയിരുന്നു. കഴിഞ്ഞ തവണ ഞാൻ ഇതുവരെ പോയപ്പോൾ ബോർഡർ ക്രോസിങ്ങിന് വിസയൊക്കെ അടിച്ചിട്ടാണ് പോയത്. പക്ഷേ ഇത്തവണ എനിക്കതിന് ആവശ്യം വന്നില്ല. ബോർഡർ ക്രോസിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് കാര്യം കത്തും എന്താണ് ഞാൻ പറയുന്നില്ല. ബോർഡറൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ ഇപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ID കാർഡ് ഉണ്ടെങ്കിൽ പാസ്പോർട്ട് ഇല്ലാതെ തന്നെ ഇവർക്ക് ഇവർ ട്രെയിനിൽ നേരെ യൂറോപ്പിൽ ഏത് കൺട്രിയിലേക്ക് ഇവർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. ഷെങ്കേൻ കൺട്രീസിലെ മറ്റ് ആൾക്കാർക്കുള്ള അതേ പവറും ഇപ്പോൾ ഇവർക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഷെങ്കേൻ ആയതിനു ശേഷം ലൈഫിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ? ഇവിടെ എന്തെങ്കിലും റിയൽ എസ്റ്റേറ്റ് ആണെങ്കിലും ബാക്കിയുള്ള എക്സ്പെൻസ് ആണെങ്കിലും എല്ലാം വളരെ എക്സ്പെൻസീവായി. ബൾഗേറിയ ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിനെക്കാട്ടി എക്സ്പെൻസീവ് കൺട്രി മാറിയിരിക്കുക. ടൂറിസ്റ്റുകൾ ഇപ്പോൾ വരുന്നുണ്ട് ഇങ്ങോട്ട്. ടൂറിസ്റ്റ് ഉണ്ട്. പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടുകൾ എന്താ ഇവിടെ? ഡിപ്പെൻസ്. മൊത്തം ഇപ്പം സമ്മറിൽ ആൾക്കാർ സീ സൈഡിലേക്ക് പോകാൻ വേണ്ടി വരും. വിന്ററിൽ വൺ ഓഫ് ദ സ്കീ റിസോർട്ട്സ് ഉണ്ട്. ഓ, ഇവിടെ ഉണ്ട് അല്ലേ? സ്കീ റിസോർട്ട്സ്. ഒളിമ്പിക്സ് ഓൾസോ isn't it? Ski Olympics in Bansk. Where was it? In Banskov. They made the ski Olympics also here. സെറ്റാണേ. ഇനി നമ്മൾ നാട്ടിൽ നിന്ന് പാക്കേജ് എടുക്കുമ്പോഴേ നമുക്കൊരു ബൾഗേറിയൻ പാക്കേജ് കൂടെ നോക്കണം കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നു ഞാനൊരു ട്രാവൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നാട്ടിൽ നിന്നും ഗ്രൂപ്പായിട്ട് ആൾക്കാരെ യൂറോപ്പ് കാണിക്കുക എന്നാണ് എൻ്റെ ഉദ്ദേശം. വരുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഒരുപാട് വലിയ വലിയ ഗ്രൂപ്പുകൾ ഇവിടെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും യൂറോപ്പിലേക്ക് ഇങ്ങനെ എൻ്റെ കൂടെ ട്രാവൽ വിത്ത് മീ, എൻ്റെ കൂടെ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഗൈഡായിട്ടുണ്ടാവും. വരാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഞങ്ങൾക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ ഒഫീഷ്യലി ട്രാവൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിൽ ഫസ്റ്റ് ഒരു 50 ആളുടെ ഒരു ഗ്രൂപ്പാണ് നമ്മൾ ഫസ്റ്റ് ട്രൈ കേട്ടോ. 50 ഒരാളാവാൻ താല്പര്യമുണ്ട് മെസ്സേജ്. ആസ് യൂഷ്വൽ സെയിം ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ഇവർ കല്യാണം കഴിച്ചത്? Hi. So this is my lovely Jimsa. We met 20 years ago in a bowling alley in Sofia. And I just saw him, fell in love, and I had it in my mind, I'll marry this What guy. was the reason to fall in love when you saw first time? Look at him. Look at him. And then I like that he was soft and kind and funny. Something that I'm not, you know. And he made me laugh a lot. Okay. Definitely. Still he is making love. He still makes me laugh. ഫുഡ് ഇവിടുത്തെ എന്ന് പറയുമ്പോൾ ഇവിടെ കുറച്ച് ട്രഡീഷണൽ ഫുഡുകളുണ്ട്. ഞാൻ സ്റ്റേക്കാണ് ട്രൈ ചെയ്തത്. ബൽക്കി ആക്ച്വലി ഫിഷിൻ്റെ സൂപ്പ് എടുത്ത് കുടുങ്ങി പണ്ടിറങ്ങിപ്പോയി. സത്യം പറഞ്ഞു ഇഷ്ടപ്പെടണ ബൽക്കി ദേഷ്യത്തിൽ കേട്ടോ, ഭയങ്കര സങ്കടത്തിലും ദേഷ്യത്തിലൊക്കെയാണ്. അപ്പോൾ അതാണ് പ്രശ്നം. സോ ഇപ്പോൾ നമ്മൾ നേരെ തിരിച്ചിട്ട് വേറെ ലൊക്കേഷനിലേക്കാണ് പോണത്. ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് കണ്ടോ? റോയ. ഇവിടെ റഷ്യൻ ലാംഗ്വേജിൻ്റെ ഒരു കോപ്പി കാറ്റാണ്. റോ തിരിച്ചിട്ടോ. അങ്ങനെയുണ്ടോ? ബൾഗേറിയൻ ലാംഗ്വേജ് ആണ് സിറിലിക്സ്. റഷ്യൻ ലാംഗ്വേജസ് നേരെ തിരിച്ചിട്ടുള്ളത് അല്ലേ? തല തിരിച്ചിട്ടുള്ളത്. They gather this kind of racing cars or fancy cars. They have. ഇവിടുത്തെ മാള് No. It's just a supermarket. Can prepare good food at home. But I First they're stopping in the garden. ഇപ്പം നമ്മൾ മലമുകളിലുള്ള ഒരു പാർക്കിലെത്തി കേട്ടോ. ഇവിടെ നമ്മൾ ഒരു കുറച്ച് നടക്കാനാണ് പോണത്. കഴിച്ച ഭക്ഷണമൊക്കെ ഒന്ന് ദഹിക്കണതിനെ കുറിച്ച് നടക്കണം. ഓഹോ, ഒളിമ്പിയ, വി ഹാവ് ടു വാക്ക് എ ലോട്ട്. As much as we want. Do I look like a person who love walking? No. I'm wearing my riding boot. Can you take me? You want me to carry you? Yeah,
Have you looked at me? Seriously, have you looked at me? There is no muscle. Yeah, we have a muscle man, a MMA fighter. He can carry you. I No, think he's like a bodyguard, you know. He's a MMA fighter. കാണിച്ചാൽ രണ്ട് മൂവ്മെന്റ് ഉണ്ട്. എൻ്റെ ഫോളോവേഴ്സ് വിശ്വസിക്കട്ടെ. വിശ്വസിച്ചല്ലോ, അവൻ MMA ഫൈറ്റർ കേട്ടോ. ഇവൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട് കമൻറ്റ് ബോക്സിൽ പറഞ്ഞ കേട്ടോ ഇവന് എങ്ങനെയായിരുന്നു എന്നുള്ളത് പണ്ട് ലുക്ക് ലൈക്ക്. അപ്പോൾ നമ്മൾ താഴോട്ടേക്ക് പോകും. So explain me about this place. we are going inside. We are going to see trees and hear birds and smell clean air. Okay, so what is the name of the place? Arboretum. What? Arboretum. Arboretum. Yes. ആറും ബോറാണ് തും അങ്ങനെ പറഞ്ഞു കേട്ടോ. ഞാനല്ല മുത്ത, എൻ്റെ മുത്ത എൻ്റെ ബോറൊന്നല്ല പോയായിരുന്നു. I noticed Malayali women are What? very talkative before marriage. After that, like they just like talk less and less. Is it true? Malayali man or woman? Women, it's like big dreams before marriage, and after that it's an implosion, and it's like, oh wow, that's the whole thing. This is it. പുള്ളിക്കാരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ മലയാളി വുമൺസ് സ്ത്രീകൾ കല്യാണത്തിന് മുന്നേ ഒരുപാട് സംസാരിക്കും, പക്ഷെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒന്നും സംസാരിക്കില്ല, ഡ്രീംസ് ഒന്നും പറയില്ല എന്ന് പറയുന്നത് കേട്ടോ. സത്യമാണോ അങ്ങനെയാണോ എനിക്കറിയില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യും. അവരുടെ ഡ്രീമെല്ലാം കല്യാണത്തോടെ അവസാനിക്കണം. ബൽക്കി തക്സ്. ഓക്കെ, വിൽ ചെക്ക് ഔട്ട് ദ കമൻറ്റ് ബോക്സ്. ഓക്കെ, താങ്ക് യു. എന്താ ഇങ്ങനെ പേടിച്ചിട്ട് ഓടല്ല, ഒരു പട്ടിനെ കാണും, പൂച്ചേൻ്റെ അത്ര പോലും പവറില്ലാത്തൊരു പട്ടിയും അതിനെ കാണുമ്പോഴേക്ക് പേടിച്ചോടുന്നു. എന്ത് ചെയ്യാനാ. ഒരു MMA കോച്ചേട്ടോ. ഓൻ പറഞ്ഞത് MMA ഫൈറ്റിൻ്റെ അതിൽ പോയിട്ട് അടിയല്ല ഫൈറ്റിന് പോയി കഴിഞ്ഞാൽ നല്ല റിലേഷൻ കിട്ടും, എല്ലാവരും ബ്രദേഴ്സാണ്, ഭയങ്കര ബോണ്ടാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ വിശ്വസിച്ചില്ല അത്, പക്ഷെ ഇപ്പോൾ മനസ്സിലായിട്ടോ. ഞാൻ പറഞ്ഞില്ല ഇവിടുത്തെ ആൾക്കാർക്ക് നമ്മൾ താല്പര്യമൊന്നുമില്ല, പക്ഷെ ഓനക്കാണ് അവർ റെസ്പെക്റ്റോട് സംസാരിക്കുന്നുണ്ടോ. ആൾക്കാർ വടിയൊക്കെ പിടിച്ചിട്ട് പോണത് എടാ, ശരിക്കും നമ്മുടെ പട്ടിക്കുട്ടിനെ കൊണ്ടുവരേണ്ട സ്ഥലമാണ് കേട്ടോ ഇത് അല്ല. ഇവിടെ ഇങ്ങനെ എടുത്ത് നടക്കാനൊക്കെ. പിന്നെ ഇവിടെ ഞാൻ ചെയ്യട്ടെ, നിങ്ങളിവിടെ ഡോഗിനെ കൊണ്ട് പുറത്ത് പോകുമ്പില്ലേ, ഡോഗ് അപ്പിയിടുമ്പോൾ അത് എടുക്കാൻ കവർന്ന് കൊണ്ട് പോയില്ല, അത് നിയമം വരെ ശരിക്കും. അയാളുടെ കയ്യിൽ കവർ ഉണ്ടാവും. ഓക്കെ, ആ കവർ എടുത്തിട്ട് നമ്മൾ തന്നെ എടുത്തിട്ട് എല്ലാ സ്ഥലത്തും ഡസ്റ്റ്ബിൻ ഉണ്ടാവും. ഓക്കെ, അതിൽ കൊണ്ടിട്ട് കൂട്ടിയിട്ട് ഇടുക, ലോക്ക് ചെയ്തിടണം. അതല്ലാണ്ട് നമ്മുടെ പട്ടി ഇവിടെ മൂത്രമൊഴിച്ചു അപ്പിയിട്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ല. ക്ലീൻ ചെയ്തില്ലെങ്കിൽ മീൻസ് ലൈക്ക് ആരെങ്കിലുമൊക്കെ കണ്ടാൽ നമ്മൾ പറയും, പക്ഷേ ഇപ്പം ഭയങ്കര സ്ട്രിക്റ്റ് ആണ് റൂൾസ്. ഓൺ ദി സ്പോട്ട് ഫൈൻ ഇടും. പിന്നെ ഇപ്പോഴും ചിപ്പ് ഇടണം, ലൈക്ക് ബോഡിയിൽ ചിപ്പ് ഉണ്ടാവണം, ഡോക്യുമെന്റ്സ് ഉണ്ടാവണം, എല്ലാ വാക്സിനേഷനും കംപ്ലീറ്റ് ആയിരിക്കണം. ഇതൊക്കെ ഞാൻ വീട്ടിലെത്തിയിട്ട് നമ്മൾ ഡോഗിനെ കാണിക്കുന്ന സമയത്ത് ഞാൻ ഇവൻ്റെ ഈ ഡോക്യുമെന്റ്സിൽ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാൽ മതി. അത് ചിക്കുവാവി, അതിന് പേരുന്ന ചിക്കുവാവ. ഭയങ്കര അഗ്രസീവാണ്, എടുത്ത് പറഞ്ഞു കാണുമ്പോൾ കുരുമുളകിൻ്റെ. ആ പട്ടി നമുക്ക് അടിച്ചാൽ നമുക്ക് അതിന് ഓണർക്ക് കയറി കേസ് കൊടുക്കാൻ പറ്റുമോ? US കൊടുക്കാൻ പറ്റും. US ഇങ്ങനെ തൊട്ട സൂചി നമുക്ക് ഇപ്പം നമ്മൾ നടന്നോളൂ. ഇവിടെ ഇപ്പം നമ്മളിങ്ങനെ എന്തെല്ലാം മുത്തേ എന്ന് പറഞ്ഞാൽ അടിച്ചാൽ അയ്യോ എന്നെ അടിച്ചേന്ന് പറഞ്ഞാൽ നമുക്ക് $1 million നമുക്ക് സൂ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മളിങ്ങനെ നമ്മൾ നടന്നുകൊടുക്കലാണേ. ഇതിപ്പം ഈ എല്ലാ സ്ഥലത്തും ഇതേ കാഴ്ചയുള്ള, അതുകൊണ്ടാണ് ഞാൻ അധികം വീഡിയോ എടുക്കാത്ത കേട്ടോ. അതുപോലെ തന്നെ ഈ റോഡ് ബിയർ മ്യൂസിയം, മറ്റേ കള്ളുടിക്കുന്ന ബിയറല്ല, കരടി കേട്ടോ, കരടി മ്യൂസിയത്തിലേക്കാണ്. ഓക്കെ വീണേനെ. അതുപോലെ തന്നെ ഈ ഒരു റോഡ് പണിയാൻ വേണ്ടിയിട്ട് യൂറോപ്യൻ യൂണിയനും ഇവിടുത്തെ ബൾഗേറിയൻ ഗവൺമെൻറ് രണ്ടും കൂടി ഒരുമിച്ചിട്ടാണ് ഈ ഒരു സംഭവം പണിതിട്ടുള്ളത്. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. യൂറോപ്യൻ യൂണിയനിലായതിനു ശേഷം ഇവർക്ക് ഒരുപാട് ഫൈനാൻഷ്യൽ സപ്പോർട്ട് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. കുറേ സമയം നടക്കുന്നുണ്ട്. നടന്ന് ഇപ്പം നമ്മൾ ബിയർ മ്യൂസിയം എത്തി. ഇത് ക്ലോസ് ആണല്ലോ. എക്സ്ക്യൂസ് മീ, what is the problem? Tiny problem, and it is only until 4 o'clock, and now it's a bit crowded. You have to take me, okay? I can't walk. Okay, jump. Yeah. Jump. I'll take you. Yeah. ഞാൻ പുള്ളിക്കാരനെ പുറത്ത് ചെന്നിട്ട് പോകണം. ഇത്ര നടത്തിച്ചതല്ലേ. അല്ല, നമുക്ക് MMA ഫൈറ്റർ ഉണ്ട് മോളെ, ഓനെടുത്തോളും. നമ്മളെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഡോക്ടർ, നിങ്ങളെ കെട്ടിയോളം നമ്മൾ പറ്റിച്ചു. ഇത് പൂട്ടീന് തുറന്നിട്ടില്ല. ബിയർ മ്യൂസിയത്തിലേക്ക് വന്നിട്ട് നമ്മൾ ശശിയായിപ്പോയി. ഷോ നല്ല രസമുള്ളത്. ഇവിടെ വെയിൽ, ഇവിടെ തണല്, ഇവിടെ വെയിൽ, ഇവിടെ തണല്. ഓക്കെ, ആദ്യം ബൾക്കിൻ്റെ സിംഗിൾ ഫോട്ടോ. അവിടെ നിൽക്കടേ.
Nicely done. എടുക്കണേ യാ ശരി വെയിൽ ഓക്കെ റെഡി 1 2 3 ഓക്കെ പക്ഷേ വെയിലടിക്കുന്നുണ്ട് ആടുന്നേ വെയിൽ ക്രോസ് ചെയ്തിട്ട് വെയിറ്റ് ഓക്കെ ഓക്കെ യാ ചങ്കാം വെങ്കാം ഫോട്ടോഷൂട്ട് എന്താ ഇപ്പം നമ്മൾ തിരിച്ചിട്ട് വീട്ടിലേക്കാണ് പോണത്. നമുക്ക് ആദ്യം പുള്ളിക്കാരൻ്റെ വൈഫിനെ ഒരു ടാറ്റ ബൈ ബൈ ഐ സീ യു സൂൺ ഓക്കെ I'll see you soon. യാ സോ പുള്ളിക്കാരൻ്റെ ഒരു അടിപൊളിയാണ് എന്നുവെച്ചാൽ ഒരു ജാടി അഹങ്കാരം എന്നുള്ളതൊരു പാവട്ടോ. നമ്മൾ സാധാരണ കഴിഞ്ഞ നമ്മൾ റൊമേനിയയിലെ നമ്മുടെ ഒഫൽ ബ്രോൻ്റെ വൈഫിനെ പറഞ്ഞ പോലെ തന്നെ എന്താ എനിക്ക് തോന്നുന്നു ഡോക്ടർമാർക്കൊക്കെ ഇവിടെ നല്ല ചോയ്സ് ഉണ്ട് കേട്ടോ. കാരണം ഇവരെ കിട്ടുന്നതൊക്കെ നല്ലത് ഇവർ സെലക്ട് എടുക്കുന്നില്ലോ, കുഴിയിൽ പോയി ചാടുന്നില്ല. നല്ല സ്വഭാവം, ഒന്നും ഇല്ലാത്തൊരു പാവം. അപ്പം ഇനിയിപ്പോൾ നമ്മൾ അവരെ ഡ്രോപ്പ് ചെയ്യണം, എന്നിട്ട് വീട്ടിലോട്ട് പോകണം. വീട്ടിൽ പോയിട്ട് നമുക്ക് സ്കൈനെ കാണിച്ചിടാം. സ്കൈ മീൻ സ്റ്റോക്ക് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ഇവൻ്റെ സ്വന്തം ഡോഗാണ് സ്കൈ. അപ്പം അതിനെ കാണിച്ചിട്ടോ. ഓക്കെ, ഒരാൾ ഇറങ്ങി ഒരാൾ കയറി. ഹൈ ബ്രോ, ഹൗ യു? സേ ഹായ് ടു മൈ ക്യാമറ. ക്യാൻ യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്? ആക്ച്വലി ഡോക്ടറുടെ മോനാണ്. ഡോക്ടറെ മോൻ ഇത്ര നാണക്കാരനായിരുന്നു ഡോക്ടറെ. Asking whether why are you very shy? Yeah, you're so shy. You look so shy. What happened? പുള്ളി ആക്ച്വലി നമ്മുടെ ബൈക്ക് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിട്ട് വരുന്ന കേട്ടോ. നെക്സ്റ്റ് ഡേ ആണ്. നമ്മൾ ആക്ച്വലി ഇന്നലെ വന്ന് കിടന്നുറങ്ങി എന്താ പറയുക, ഇന്നിപ്പോൾ തുർക്കി പോകാണ്ട് റെഡി ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു നമ്മളൊരാളെ പരിചയപ്പെടുത്താമെന്നുള്ളത്. ഞാൻ പരിചയപ്പെടുത്തരാം. സോ ഇവനാണ് സ്കൈ. ഇവൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവന് ബൾഗേറിയൻ ഡോഗല്ല, ഇവൻ ഇന്ത്യൻ ഡോഗാണ്. ഇന്ത്യയിൽ നിന്ന് വിമാനം കയറിയിട്ട് യൂറോപ്പിലൊക്കെ വന്നൊരു ഡോഗാ കേട്ടോ. ബ്രോ എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഒരു സ്റ്റോറി? എന്താ? വാ രണ്ടാളും ജോയിൻ ചെയ്യുക. ഒന്നുമില്ല, നമ്മൾ ജോലി കിട്ടി ഇങ്ങോട്ടേക്ക് വന്നു. അപ്പം അവനെ കൂട്ടി വന്നു, അത്രയാണ്. എന്താ അപ്പൊ എക്സ്പെൻസ് എങ്ങനെയാണ്? എക്സ്പെൻസ് അവന് കുറച്ച് പ്രൊസീജിയേഴ്സ് ആണ് ടെൻഷൻ ഉള്ളത്. കാര്യം 1 വർഷത്തോളം എടുത്തും ഇവിടേക്ക് വരാൻ. ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ബ്ലഡ് ടെസ്റ്റ് ഒക്കെ UK ലാബിലൊക്കെ അയച്ചിട്ട് വാക്സിൻസും എല്ലാം കംപ്ലീറ്റ് ചെയ്ത് പേപ്പർ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് അവന്റെ ഡോക്യുമെന്റ്സ് ഒന്ന് കാണിച്ചോളൂ. ഇതാണ് ഇവിടെ ഇപ്പൊ ഇവനൊരു പാസ്പോർട്ട് ഉണ്ട്. ഇവിടെയുള്ള യൂറോപ്പിലൊക്കെയുള്ള എല്ലാ പെറ്റ്സിനും കിട്ടുന്ന ട്രാവൽ ചെയ്യണമെങ്കിൽ ഒരു പാസ്പോർട്ട് വേണം. എവിടെ പോകണമെന്നുണ്ടെങ്കിലും യൂറോപ്പിൽ ഷെങ്കൻ എവിടെ വേണമെങ്കിലും ഷെങ്കന്റെ പുറത്തുള്ള രാജ്യങ്ങളിൽ പോകാനാണെങ്കിലും ഈ പാസ്പോർട്ട് വേണം. പിന്നെ അവന് മൈക്രോ ചിപ്പ് ഉണ്ട്, അതും നിർബന്ധമാണ്. അപ്പൊ നാട്ടിൽ നിന്ന് ഇപ്പം ടോയ് എടുത്ത് വന്നിട്ടോ വീഡിയോ കാണിക്കാൻ വേണ്ടിട്ട്. അപ്പം നാട്ടിൽ നിന്ന് അപ്പം വരുമ്പം ഓക്കെ ഒന്ന് ഈ ഒരു പേപ്പർ വേറെ എന്തൊക്കെയാ ചെയ്തപ്പം? വേറെ ഒന്നുമില്ല, നാട്ടിലെ ഒരു ട്രാവൽ ഏജൻസി, ഇത് പെറ്റ് മൂവ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഏജൻസിനെ കോൺടാക്ട് ചെയ്യുക. അവർ എല്ലാ പേപ്പർ വർക്ക് അവർ കംപ്ലീറ്റ് ചെയ്ത് തരും. ശരിക്കും പറഞ്ഞാൽ യൂറോപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് വിസക്കും അപ്ലൈ ചെയ്ത് റിജക്റ്റ് ഒക്കെ ആയിട്ട് കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എങ്ങനെയെങ്കിലും യൂറോപ്പിൽ എത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രീം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കിടയിൽ നിന്നും ഫോണിലൊരു ഭാഗ്യം നോക്കിയല്ലേ. അപ്പൊ അടുത്ത ജന്മത്തിൽ ഒരു പട്ടിയെ ജനിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവർക്ക് കമന്റ് കേട്ടോ. കാരണം നിങ്ങൾക്ക് അങ്ങനെ യൂറോപ്പിലേക്ക് വന്നിട്ട് പോകാലോ. ഓക്കെ, അപ്പം ഇന്നിപ്പോ നമ്മൾ പോകുന്നത് തുർക്കിയിലേക്കാണ്. അത് നമുക്ക് കാണാം. ഇനി നമ്മൾ പോകുന്നത് തുർക്കിയിലേക്കാണ്. അത് നമുക്ക് കാണാം അടുത്ത എപ്പിസോഡ്. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. അടിപൊളി വീഡിയോസ് ഉണ്ട്. അടുത്ത എപ്പിസോഡ് കാണാം. സ്കൈ ബൽക്കിനെ കടിച്ചാൽ പറ്റും. ബൽക്കിനെ കടിച്ച് ഞാൻ പുതിയ ടോയൊക്കെ വാങ്ങിത്തരുന്നത്.